എന്താ എല്ലാരും എണീറ്റ് ഇന്ന് കൈയടിക്കണേന്നറിയോ? ഇന്ന് ഓഫീസിൽ നിന്ന് അസ്ലി റിസൈൻ ചെയ്യാണ്. ഉച്ചയ്ക്ക് അവന്റെ വക തേങ്ങാച്ചോറ് ഇറച്ചിട്ടുണ്ട്. എന്റെ പ്ലേറ്റ്, മറ്റേത് മുബുവിന്റെ പ്ലേറ്റ്. ഞാൻ എങ്ങനെയാ അപ്പുറത്തേക്കണവന്റെ പ്ലേറ്റും കൂടി നോക്കും. ക്യാമറ ഓൺ ആക്കി വെച്ച് കഴിക്കാൻ വലിയ പാടാട്ടോ, പുല്ല്. ഞാൻ അത് മാറ്റി വെച്ചു. എന്റെ ക്യാമറ കണ്ടപ്പോ മനഃപൂർവ്വം ആറ്റിറ്റ്യൂഡ് ഇട്ട് തിന്നാ. എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തരുതെന്ന് പുള്ളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി. ഇത് കാണുമ്പോൾ പുള്ളിക്ക് സന്തോഷാവും. സന്തോഷമായില്ലേ? നമ്മുടെ ഓഫീസിൽ സ്പെഷ്യൽ ഡേ വരുമ്പോഴാട്ടോ നമ്മളെല്ലാവരും ടേബിളിന് ചുറ്റും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക. ആ ടൈമിൽ മാത്രം വരുന്ന ചില തമാശകളും കളിയാക്കലും ശരിക്കും എൻജോയ് ചെയ്യാം. മുന്നേ ടെക്കോൺ ഫാമിലിയിൽ നിന്ന് പോയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹം ഒരു സീരിയലിൽ പോലും കാണാൻ കിട്ടില്ല. അത്രയ്ക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. ജിഷ്ണു ഇപ്പം മനസ്സിൽ വിചാരിക്കുന്നത് ഇവള് പോയില്ലേ, കോപ്പ് തിന്നാൻ സമ്മതിക്കില്ലല്ലോ ഇവള്. അതിനുശേഷം ഈവനിങ് ഒരു കുറച്ചു നേരത്തേക്ക് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ഉണ്ട്. അസ്ല എങ്ങനെയാണ് ഓഫീസിലോട്ട് എത്തിപ്പെട്ടത്, അതിനുശേഷം ഉണ്ടായ അവന്റെ എക്സ്പീരിയൻസ്, ഓഫീസിന്റെ ഉള്ളിലെ ഫ്രണ്ട്ഷിപ്പ്, മറക്കാനാവാത്ത അനുഭവങ്ങൾ, പിന്നെ അസ്ലൈനെ പറ്റിയിട്ട് സാറും നമ്മുടെ ടീം ലീഡേഴ്സും നമ്മളെല്ലാവരും കുറച്ചു നേരം സംസാരിച്ചു. അതിനുശേഷം കേക്ക് കട്ടിങ് ഉണ്ടായി. അല്ലപ്പാ, അതിന് ഇവൻ എന്തിനാ നാണം കുണുങ്ങിയേക്കും? ഈ ചെക്കൻ അല്ലെങ്കിലുള്ള സൂക്കേടാ, ഒന്നെങ്കിൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്യൂട്ട്നെസ്. പിന്നെ നമ്മൾ ടെക്കോൺ സൈഡിൽ നിന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടായി. ഒരു ഫ്രെയിമും ഒരു ഷർട്ടും കൊടുത്തു. ഫ്രെയിം നോക്കി കുറച്ച് ഇമോഷണൽ ഇടാൻ പറഞ്ഞതാ, ചെക്കനെ തൊട്ട് കൊളാക്കി. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം.